സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെമി ഗ്രൂപ്പിനെയും മോണോയിഡ്സിനെയൊക്കെ പറ്റി പഠിച്ചായിരുന്നു. സെമി ഗ്രൂപ്പ് എന്ന് പറയുമ്പം എന്തായിരുന്നു? അസോസിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അസോസിയേറ്റിവിറ്റി ഉണ്ടായിരിക്കേണ്ടതാണ് സെമി ഗ്രൂപ്പ് എന്ന് പറയുമ്പം. ഈ അസോസിയേറ്റിവിറ്റിയുടെ കൂടെ നമ്മൾ സെമി ഗ്രൂപ്പിന് ഒരു പ്രോപ്പർട്ടിയും കൂടെ പ്രൂവ് ചെയ്താൽ നല്ലതായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? ക്ലോഷർ പ്രോപ്പർട്ടി. ഓക്കെ, അത് നിർബന്ധമില്ല. നമ്മൾ ഏറ്റവും കറക്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റിവിറ്റിയാണ്. കൂട്ടത്തിൽ ക്ലോഷർ പ്രോപ്പർട്ടിയും കൂടെ പ്രൂവ് ചെയ്ത് കാണിക്കാം. ഇനി മോണോയിഡ്സിനെ പറ്റി പറഞ്ഞ എന്തായിരുന്നു? മോണോയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ കൂടെ വേറൊരു ഡെഫിനിഷൻ കൂടെ ഉണ്ട് മോണോയിഡിന്. അതായത് മോണോയിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സെമി ഗ്രൂപ്പ് വിത്ത് ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. മോണോയിഡിനെ നമുക്ക് വേറെ രീതിയിൽ പറയാം. മോണോയിഡ് എന്ന് പറയുന്നത് ഒരു സെമി ഗ്രൂപ്പാണ്. അതിൻ്റെ കൂടെ സെമി ഗ്രൂപ്പിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അന്നേരം ഇവിടെ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റും കൂടെ ഉണ്ടായിരിക്കണം. അതാണ് മോണോയിഡ്സ് എന്ന് പറയുന്നത്. സെമി ഗ്രൂപ്പിനെ എങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്? എസ് കോമ സ്റ്റാർ എന്നായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്. മോണോയിഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എം കോമ സ്റ്റാർ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം മോണോയിഡ്സിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും? സെമി ഗ്രൂപ്പിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ്, അസോസിയേറ്റിവിറ്റിയും ക്ലോഷർ പ്രോപ്പർട്ടിയും. ഞാൻ പറഞ്ഞല്ലോ, ക്ലോഷർ പ്രോപ്പർട്ടി നിർബന്ധമില്ല, എന്നാലും പ്രൂവ് ചെയ്യുക. എല്ലായിടത്തും എളുപ്പമുള്ളൊരു പ്രോപ്പർട്ടിയാണ് പ്രൂവ് ചെയ്യാൻ ക്ലോഷർ പ്രോപ്പർട്ടി. സോ ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റിവിറ്റി, പിന്നെ അഡീഷണൽ ആയിട്ട് ഒരാളൂടെ വേണം. എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റ്. സോ ഇതാണ് സെമി ഗ്രൂപ്പ്സ് ആൻഡ് മോണോയിഡ്സ്. ഇനി ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് n ഈസ് എ സെമി ഗ്രൂപ്പ് അണ്ടർ ദ ഓപ്പറേഷൻ എന്താണ്? എക്സ് സ്റ്റാർ വൈ ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് എക്സ് കോമ വൈ. ഓക്കെ, അതുപോലെ തന്നെ അത് എന്താണെന്നും പ്രൂവ് ചെയ്ത് കാണിക്കണം, മോണോയിഡ് ആണെന്നും പ്രൂവ് ചെയ്ത് കാണിക്കണം. നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്പറേഷൻ എന്താണ്? എക്സ് സ്റ്റാർ വൈ ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് എക്സ് കോമ വൈ. അതൊരു സെമി ഗ്രൂപ്പ് ആണെന്നും അതാണ് നമ്മുടെ ബൈനറി ഓപ്പറേഷൻ തന്നിരിക്കുന്നത്. എന്താ? ബൈനറി ഓപ്പറേഷൻസ് തന്നിരിക്കുന്ന അതാണ്. ഇനി നമ്മൾ അത് സെമി ഗ്രൂപ്പ് ആണെന്നും അതേപോലെ മോണോയിഡ് ആണെന്നും കാണിക്കണം. അപ്പം നമ്മൾക്ക് എന്തൊക്കെയാണ് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്? സെമി ഗ്രൂപ്പ് ആണെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടിയും അതേപോലെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട പ്രോപ്പർട്ടി ഏതാണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അതിൻ്റെ മോണോയിഡ് ആണെന്നെങ്കിൽ കൂട്ടത്തിൽ ഒരാളെ കൂടെ കണ്ടുപിടിക്കണം. അതാരാണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റ്. സോ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ക്ലോഷർ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? നമ്മൾ ഇപ്പം ക്ലോഷർ പ്രോപ്പർട്ടിക്കകത്ത് എന്തൊക്കെയായിരുന്നു പറയുന്നത് നമുക്ക് നോക്കാം, എന്നിട്ട് പ്രൂവ് ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ എടുക്കട്ടെ. ഓക്കെ, ക്ലോഷർ പ്രോപ്പർട്ടി പറയുന്നത് ഫോർ എനി എ ബി എലമെൻറ്റ് ഓഫ് എസ് ഇംപ്ലൈസ് എ സ്റ്റാർ ബി എലമെൻറ്റ് ഓഫ് എസ് സ്റ്റാർ ഈസ് എനി ഓപ്പറേഷൻ എ ബി ഈസ് അലോങ് ദ സെറ്റ്. അതായത് നമ്മൾ ഒരു ഇപ്പോൾ take AB element of Z is equal to plus 1, comma plus 2 up to plus and into are the two operations, that is A plus B is an element of Z and A plus B is an element of Z. നമ്മുടെ ഗിവൺ സെറ്റ് ഇതാണ്. ആ സെറ്റിൽ നമ്മൾ രണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നു, പ്ലസും ഇൻറ്റുവും ചെയ്യുന്നു. ഈ പ്ലസും ഇൻറ്റുവും ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടും കിട്ടും. ആ റിസൾട്ടും ഈ സെറ്റിനകത്ത് തന്നെയാണ്. അതായത് നമ്മുടെ ഗിവൺ സെറ്റിൽ നമുക്ക് കുറേ എലമെൻറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. അതിലൊരു ഓപ്പറേഷൻ ചെയ്യുമ്പം കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ട് ഇതിനകത്ത് തന്നെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞേക്കുന്നത് ഈ സെറ്റിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് വാട്ട്? ക്ലോഷർ പ്രോപ്പർട്ടി. ഇതാണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മുടെ ഗിവൺ ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടും ആ ഗിവൺ സെറ്റിൽ ഉണ്ടായിരിക്കണം. ഇവിടെ നോക്കിയേ, എക്സ് സ്റ്റാർ വൈ ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് എക്സ് വൈ. സ്റ്റാർ എന്ന് പറയുന്ന ഏതോ ഒരു ഓപ്പറേഷനാണ്, ബൈനറി ഓപ്പറേഷനാണ്. ഇതിനകത്ത് എന്താ പറയുക? റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഓഫ് എക്സ് വൈ. ഇപ്പം നമുക്കറിയാം ഈ എക്സും വൈയും ഇവിടെ ഇപ്പം തന്നേക്കുന്ന എന്താണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സും വൈയും ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എന്നിനകത്തെ ഒരു എലമെൻ്റ് ആണ്. ഓക്കെ, അന്നേരം നമ്മൾ ഇതിനകത്തെ മാക്സിമം വാല്യൂ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം മാക്സിമം വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എക്സ് കിട്ടും അല്ലെങ്കിൽ വൈ കിട്ടും. അതല്ലേ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ് ആണ് കിട്ടിയെങ്കിൽ അതും ഈ എന്നിനകത്തുള്ളതല്ലേ, വൈ ആണ് കിട്ടിയെങ്കിൽ അതും എന്നിനകത്തുള്ളതല്ലേ. സോ എന്തുണ്ട്? ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അപ്പോൾ എന്താണ് ഇവിടെ ക്ലോഷർ പ്രോപ്പർട്ടിയുടെ അർത്ഥം? എക്സ് സ്റ്റാർ വൈ ആണ് നമ്മുടെ ഓപ്പറേഷൻ. റിസൾട്ട് എന്ന് പറയുന്നത് മാക്സിമം ഓഫ് എക്സ് കോമ വൈ ഫോർ ഓൾ എക്സ് വൈ എൻ എലമെൻറ്റ് ഓഫ് എൻ. ഈ എക്സ് വൈ എന്ന് പറയുന്നത് ഈ നമ്മുടെ സെറ്റിലുള്ളതാണ്, നാച്ചുറൽ നമ്പേഴ്സിലുള്ളതാണ്. ഇതിൻ്റെ റിസൾട്ടിൽ കിട്ടുന്നത് മാക്സിമം ഓഫ് എക്സ് കോമ വൈ. മാക്സിമം എന്ന് പറയുമ്പോൾ എയ്തർ എക്സ് കിട്ടും അല്ലെങ്കിൽ വൈ കിട്ടും. ഇത് രണ്ടും അതിനകത്ത് ആൻസർ കിട്ടുന്നതും എന്തിനകത്ത് തന്നെ ഉള്ളതാണ്? എന്നിനകത്ത് തന്നെ ഉള്ളതാണ്. സോ വി ക്യാൻ സേ ദാറ്റ്
ഏത് ഓപ്പറേഷനാണ്? ഇവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? എൻ ആണ്. ഓപ്പറേഷൻ തന്നിരിക്കുന്നത് എന്താണ്? സ്റ്റാർ ആണ്. സോ എൻ സ്റ്റാർ ഈസ് എ ക്ലോസ്ഡ് ഓപ്പറേഷൻ. അപ്പോൾ അത് ക്ലോസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. സോ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഓപ്പറേഷൻ. സോ നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. സോ അപ്പം നമ്മൾ ഫസ്റ്റ് എന്താ കാണിക്കേണ്ടത്? എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പം എൽ എച്ച് എസ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ എൽ എച്ച് എസ് എന്ന് പറയുന്നത്. എൽ എച്ച് എസ് എന്താ എഴുതിയേക്കുന്നത്? എ സ്റ്റാർ ബി സ്റ്റാർ സി. ഓക്കെ, ബി സ്റ്റാർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ കൊടുത്ത അനുസരിച്ച് എക്സ് സ്റ്റാർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഓഫ് എക്സ് കോമ വൈ എന്നാണ് അർത്ഥം. എന്താണ്? മാക്സിമം ഓഫ് എക്സ് കോമ വൈ. സോ നമ്മളിവിടെ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മാക്സിമം ഓഫ് ബി കോമ സി. ഓക്കെ, അങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. ഇവിടെ ഇനി നോക്കി, ഇത് എക്സും ഈ ബി സ്റ്റാർ സീനെ ഞാൻ വൈയുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ കിട്ടും? അതായത് ബി സ്റ്റാർ സീനെ ഞാൻ ടോട്ടൽ വൈ ആയിട്ടും എനെ എക്സ് ആയിട്ടും എടുത്തു. അപ്പം മാക്സിമം ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? എ കോമ ബി സ്റ്റാർ സി. ഈ ബി സ്റ്റാർ സീനെ എങ്ങനെ എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞത്. ബി സ്റ്റാർ സീനെ വീണ്ടും നമുക്ക് മാറ്റി എങ്ങനെ എഴുതാൻ പറ്റും? മാക്സിമം ഓഫ് ബി കോമ സി. ഇങ്ങനെ എഴുതാമല്ലോ, മാക്സിമം ഓഫ് ബി കോമ സി എന്ന് എഴുതാമല്ലോ. സോ അപ്പം നമുക്കതിനെ വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് മാക്സിമം ഓഫ് എ കോമ ബി കോമ സി എന്നങ്ങ് എഴുതിയാൽ പോരെ. സോ എന്നിട്ട് എൽ എച്ച് എസ് അത്രയും കിട്ടി. ഇത് തന്നെ ആർ എച്ച് എസ് കിട്ടുമോ നമുക്ക് അറിയത്തില്ല. ആർ എച്ച് എസ് എങ്ങനെയാണ് അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ആർ എച്ച് എസ് കണ്ടുപിടിക്കണമെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ബ്രാക്കറ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. എ സ്റ്റാർ ബി സ്റ്റാർ സി. എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുമ്പോൾ ഇതെന്ത് വരും? ഓക്കെ, ഇതിനെ ഇത്രയും എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇത് ഇത്രയും വൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്ത് വരും? എ സ്റ്റാർ ബി മാക്സിമം ഓഫ് എ സ്റ്റാർ ബി കോമ സി. എ സ്റ്റാർ ബീനെ വീണ്ടും മാറ്റണം. മാക്സിമം ഓഫ് എ സ്റ്റാർ ബീൻ്റെ അവിടെ വീണ്ടും എന്ത് കൊടുക്കാം? മാക്സ് ഓഫ് എ കോമ ബി കോമ സി അല്ലേ? എന്നിട്ട് ഈ രണ്ട് മാക്സ്, ഇതിലിപ്പോൾ രണ്ട് മാക്സിൻ്റെ ആവശ്യമില്ലല്ലോ, ഒരെണ്ണം ഇട്ടാൽ പോരെ. എന്നിട്ട് മാക്സിമം ഓഫ് എ കോമ ബി കോമ സി നമുക്ക് കിട്ടും. അപ്പോൾ ആർ എച്ച് എസും ഇപ്പോൾ ഇവിടെ എത്ര കിട്ടിയേക്കുന്നത്? മാക്സിമം ഓഫ് എ കോമ ബി കോമ സി. സോ ഇവിടെ എൽ എച്ച് എസും കിട്ടിയിരിക്കുന്നത് അത് തന്നെയാണ്. സോ എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഇത് രണ്ട് എ സ്റ്റാർ ബി സ്റ്റാർ സിയും ബ്രാക്കറ്റ് മാറ്റിയാലും ആൻസർ സെയിം ആണ് കിട്ടിയേക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് എൻ കോമ സ്റ്റാർ ഈസ് എ സെമി ഗ്രൂപ്പ്. എന്തുകൊണ്ടാണ്? ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്, അതേപോലെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താ? രണ്ടും നമ്മൾ ചെയ്തു. എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്, അത് നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്താ പ്രൂവ് ചെയ്ത് കാണിക്കണ്ടേ? മോണോയിഡ് ആണോ എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. മോണോയിഡ് ആണെങ്കിൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് പ്രൂവ് ചെയ്ത് കാണിക്കണം. എന്താ? ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്തായിരുന്നു പറയുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1ഉം അഡീഷൻ ഐഡൻറ്റിറ്റി 0യും. അതായത് ഏതെങ്കിലും ഒരു നമ്പറുമായിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ കിട്ടണം. ആഡ് ചെയ്ത് ഓക്കെ, അതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അല്ലേ? എക്സ് സ്റ്റാർ ഇ എന്ന് പറയുന്ന 1 ആണെങ്കിൽ ആൻസർ എന്ത് കിട്ടണം? എക്സ് കിട്ടണം. ഓക്കെ, അന്നേരം അതായത് ഈ 1 ആണെങ്കിൽ എക്സ് കിട്ടും, ഈ 0 ആണെങ്കിൽ എന്ത് കിട്ടും? 0 കിട്ടും. സോ അതാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? എക്സ് സ്റ്റാർ ഈ 1 ആണെങ്കിൽ എക്സ്, ഈ 0 ആണെങ്കിൽ 0. സോ അതല്ല ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇപ്പോൾ ഇവിടെ സപ്പോസ് ഇ ഈസ് ഈക്വൽ ടു 1, ഇ എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ എക്സ് സ്റ്റാർ ഇ എടുത്തു. എക്സ് സ്റ്റാർ ഇ എന്ന് പറയുമ്പം ഇപ്പം ഇ എത്രയാണെന്നാണ് പറഞ്ഞത്? 1 ആണെന്നാണ് പറഞ്ഞത്. എക്സ് സ്റ്റാർ 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പം എക്സ് സ്റ്റാർ 1ൻ്റെ അർത്ഥം എന്താ? മാക്സിമം ഓഫ് എക്സ് കോമ 1. സോ എക്സ് കോമ 1ൽ മാക്സിമം ഏതായിരിക്കും? എക്സ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ, ഒന്നുകിൽ 1ഓ 1ൽ കൂടുതലോ. അപ്പം ആൻസർ എയ്തർ 1ൽ കൂടുതലാണെങ്കിൽ അതിലായിരിക്കും വരുന്നത്. അന്നേരം എന്തായിരിക്കും നമുക്ക് മാക്സിമം വാല്യൂ ഏത് എഴുതാൻ പറ്റും? ഈ എക്സ് വാല്യൂവിന് എഴുതാൻ പറ്റും. കാരണം നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ 1 to ഏത് നമ്പർ വേണമെങ്കിലും വരാം. സോ മാക്സിമം ഓഫ് എക്സ് കോമ 1 എന്ന് പറയുമ്പോൾ ആൻസർ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഐഡൻറ്റിറ്റി പ്രൂവ് ആയില്ലേ? എക്സ് സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു എക്സ് തന്നെ കിട്ടിയില്ലേ? സോ ഐഡൻറ്റിറ്റി പ്രൂവ് ആയി. സോ എന്താണ് ഇവിടെ എന്ത് നമുക്ക് പറയാൻ പറ്റും? എൻ സ്റ്റാർ ഈസ് എ മോണോയിഡ്.
ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് സെമി ഗ്രൂപ്പും മോണോയിഡും തമ്മിൽ എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്യാൻ നോക്കുക. ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഫോർ സെമി ഗ്രൂപ്പ് ആൻഡ് ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് ഗ്രൂപ്പ്, associativity, and one more thing, what is identity element for monoid. So next question, check whether the algebraic structure Z4, plus 4 defined over the set of positive integers is a semi group or not. ഓക്കെ, അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ നോക്കിയേ, ചെക്ക് വെദർ ദ algebraic structure Z4, plus 4. സോ ഇവിടെ Z4 എന്ന് പറയുമ്പം എന്തിൻ്റെ ഇതില സെറ്റായിട്ടല്ല, അതായത് നമ്മുടെ ഫസ്റ്റ് ഇവിടുത്തെ സെറ്റ് എന്താണ്, Z4ഉം അതേപോലെ ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണ്, +4. സെറ്റ് ഈസ് Z4 ആൻഡ് ഓപ്പറേഷൻ ഈസ് +4. ഓക്കെ, അപ്പം Z4 സെറ്റ് എന്താണെന്ന് നമുക്കറിയണമല്ലോ. Z എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇൻറ്റിജേഴ്സിനെയാണ് നമ്മൾ എന്ത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, Z വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനത്തെ ഇൻറ്റിജേഴ്സാണ്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ് Z എന്ന് പറയുന്നത്. സോ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വേർഡ് എന്താണ്, Z4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Z4 എന്ന് പറയുമ്പം 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ 4 നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അതാണ് Z4 എന്ന് പറയുന്നത്. അപ്പം 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 0, 1, 2, 3. ഓക്കെ, 4 നമ്പേഴ്സ് ആയില്ലേ. Z4 0, 1, 2, 3 ആദ്യത്തെ 4 നമ്പേഴ്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ Z5 ആയിരുന്നെങ്കിൽ വിചാരിച്ചു എത്ര വന്നേനെ, 0, 1, 2, 3, 4 ആദ്യത്തെ 5 നമ്പേഴ്സ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയേണ്ടത്, ഈ ബൈനറി ഓപ്പറേഷൻ +4 എന്താണ് നമ്മൾ അറിയണം. എന്താ ഈ ബൈനറി ഓപ്പറേഷൻ +4 എന്നറിയണം. ഓക്കെ, അപ്പം അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ Z4 മനസ്സിലായല്ലോ, Z4 ആൻഡ് Z5. Z6 വന്നാൽ എന്തായിരിക്കും, 0, 1, 2, 3, 4, 5 ആദ്യത്തെ 6 നമ്പേഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് +4 എന്താണെന്ന് നോക്കാം. +4 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡീഷൻ മോഡുലോ എന്നാണ് +4 പറയുന്നത്. എന്താണ് അഡീഷൻ മോഡുലോ. ഓക്കെ, അതിന് അഡീഷൻ മോഡുലോ എന്താണെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്തറിഞ്ഞിരിക്കണം, മോഡുലോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. മോഡുലോ എന്താണെന്ന് അറിയണം. അപ്പോൾ എന്താണ് മോഡെന്ന് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ 5നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ 5നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം എനിക്ക് എത്ര റിമൈൻഡർ കിട്ടുന്നത്, 1 ആണ് റിമൈൻഡറായിട്ട് കിട്ടുന്നത്. അപ്പം 5 mod 2 എന്നെഴുതി. 5നെ ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണോ റിമൈൻഡർ കിട്ടുന്നത്, 5 mod 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ ആൻസർ. ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. 5 mod 2 എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്, 1. കാരണം എന്താണ്, 5നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ കിട്ടുന്നത് എന്താണ്, 1 ആണ് കിട്ടുന്നത്. സോ ആൻസർ വിൽ ബി 1. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്തതെടുക്കാം. എന്താണ്, 5ന് പകരം ഞാൻ എന്തെടുത്തു, 6 mod 2. 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എത്ര റിമൈൻഡർ കിട്ടും, 0 കിട്ടും അല്ലേ. 0 അല്ലേ റിമൈൻഡർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ റിമൈൻഡർ ഈസ് 0. അപ്പം 6 mod 2ൻ്റെ ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി വേറൊരു കേസുണ്ട്. ഇപ്പം 2വിനേക്കാൾ ചെറിയൊരു വാല്യൂ ഞാനിവിടെ കൊടുക്കുകയെന്ന് വിചാരിച്ചോ, 1 mod 2. 1നെ ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എത്ര ആയിരിക്കും കിട്ടുന്നത്, 0 പോയിൻറ്റ് സംതിങ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്കൊരിക്കലും 0 പോയിൻ്റ് എഴുതാൻ പറ്റത്തില്ല. നമുക്ക് എന്തേ എഴുതാൻ പറ്റത്തുള്ളൂ, ഇൻറ്റിജർ വാല്യൂസ് എഴുതാൻ പറ്റത്തുള്ളൂ, പോയിൻ്റ് വാല്യൂസ് എഴുതാൻ പറ്റത്തില്ല. അപ്പം 1 mod 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 1 ഇറ്റ്സെൽഫ്. അതായത് ഡിവിഷൻ ചെയ്യുന്ന നമ്പറിനേക്കാളും ചെറിയ വാല്യൂ ആണ് തൊട്ടപ്പുറത്ത് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ നമ്പർ തന്നെ എഴുതുക. ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 mod 5 ആൻസർ വിൽ ബി 3. ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 4 mod 5 വന്നാൽ ആൻസർ വിൽ ബി 4. 2 mod 5 വന്നാൽ ആൻസർ വിൽ ബി 2. ഇനി 10 mod 5 വന്നാൽ എന്താ, 5നേക്കാൾ ഗ്രേറ്റർ ആണ്, ഡിവിസിബിളും ആണ്, റിമൈൻഡർ 0 ആണ് വരുന്നത്. ഇനി 8 mod 5 വന്നാലോ എന്താണ് റിമൈൻഡർ എത്ര കിട്ടുന്നത്, 8 mod 5ൽ 3 അല്ലേ റിമൈൻഡർ കിട്ടുന്നത്. സോ ആൻസർ വിൽ ബി 3. ഇനി അതേ സ്ഥാനത്ത് 4 mod 5 വന്ന ആൻസർ വിൽ ബി 4. കാരണം 5നേക്കാളും ചെറിയൊരു വാല്യൂ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നതിനേക്കാളും ചെറിയ വാല്യൂ ആണ് ഇപ്പുറത്ത് വരുന്നതെങ്കിൽ അതിനെ ആ ആൻസർ തന്നെ എഴുതി വെക്കുക. ഇതാണ് മോഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പം നെക്സ്റ്റ് നമ്മൾ എന്തറിയണം,
അഡീഷൻ മോഡുലോ എന്താണെന്ന് അറിയണം. അഡീഷൻ മോഡുലോ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി എന്ത് വരയ്ക്കണം? നമ്മളൊരു ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. എന്താ? ട്രൂത്ത് ടേബിൾ നമ്മൾ വരച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ട്രൂത്ത് ടേബിൾ അല്ല, ഒരു ടേബിൾ വരയ്ക്കണം. ഓക്കെ, അപ്പം ടേബിൾ വരയ്ക്കണമെങ്കിൽ നമ്മളൊരു റോയും കോളവും വരയ്ക്കണം. അപ്പോൾ ആ റോയും കോളവും എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മൾ Z4 എന്ന് പറയുമ്പോൾ 0 1 2 3 അല്ലേ? ഓക്കെ, അത് വെച്ചിട്ട് വേണം റോയും കോളവും നമ്മൾ വരയ്ക്കാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ നോക്കിയേ, റോ ആയിട്ട് ആ 0 1 2 0 1 2 3 കൊടുക്കുക. റോ ആയിട്ട്, അതായത് കോളമായിട്ട് 0 1 2 3 കൊടുത്തു. അതേപോലെ റോ ആയിട്ട് നമ്മൾ 0 1 2 3 കൊടുക്കുക. എന്നിട്ട് ഇവിടെ ചെയ്യേണ്ട ഓപ്പറേഷനായിട്ട് ഈ അഡീഷൻ മോഡുലോ 4 കൊടുക്കുക. ഇതിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ ഈ ഒരു പ്ലേസ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പം ഞാൻ വേറൊരു കളറിൽ പറയാം. ഈ ഒരു പ്ലേസ് എടുക്കുകയാണ്, ദിസ് പ്ലേസ്. ഇതെന്ന് പറയുന്നത് ഈ സീറോയിനെ ഈ അഡീഷൻ മോഡുലോ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് അവിടെ നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പം എന്താ എഴുതുന്നത്? 0 പ്ലസ്, അതായത് അഡീഷൻ മോഡുലോ 4 0. ഇതാണ് ഫസ്റ്റ് ഈ ഒരു ബോക്സ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഏതാണ്ട് ഈ ഒരു ബോക്സിൽ എഴുതാൻ പോകുന്നത് ഈ 0യും ഈ 0യുടെ. ഇതിനെ നമ്മൾ എ എന്നും, ആദ്യത്തേനെ എ എന്നും, റോയിൽ കിടക്കുന്നതിന് എ എന്നും, കോളത്തിൽ കിടക്കുന്നതിന് ബി എന്നും എടുക്കാം. അപ്പം എ പ്ലസ് എൻ ബി. എൻ എന്ത് വാല്യൂ വേണമെങ്കിലും ആകാം. 4 ആകാം, 5 ആകാം, 6 ആകാം, ഏത് വേണമെങ്കിലും ആകാം. ഈസ് ഈക്വൽ ടു എന്താണ്? എ പ്ലസ് ബി മോഡ് എൻ എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് എത്ര ആണെന്ന് നോക്കിയേ. എന്താ ഞാൻ പറഞ്ഞേ? എ പ്ലസ് എൻ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി മോഡ് എൻ. ഇവിടെ എ എന്ന് പറയുന്നത് 0 ആണ്. അപ്പം 0 പ്ലസ് 4 ബി എന്ന് പറയുന്നതും 0 ആണ്. ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ പ്ലസ് ബി മോഡ് എൻ. ഓക്കെ, ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? എ 0 ആണ്, ബി 0 ആണ്. ഓക്കെ, അപ്പം എയും ബിയും കൂടെ ആഡ് ചെയ്യണം. 0 പ്ലസ് 0. ഓക്കെ, എന്നാൽ 0 പ്ലസ് 0 എത്ര ആണ്? 0 ആണ്. അപ്പം 0 മോഡ് 4. ഓക്കെ, അപ്പോൾ എന്താ? 0 മോഡ് എൻ എന്ന് പറയുന്ന സ്ഥാനത്ത് എന്താണ്? 4. ഇതെന്താണ്? 0 പ്ലസ് 0, എ പ്ലസ് ബി 0. അപ്പം 0 മോഡ് 4. 0 മോഡ് 4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4നേക്കാളും ചെറിയൊരു വാല്യൂ അല്ലേ 0 എന്ന് പറയുന്നത്? ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ എന്തായിരിക്കും? 0 മോഡ് 4ൻ്റെ ആൻസർ എന്താണ്? 0 അല്ലേ? 4നേക്കാൾ ചെറിയൊരു വാല്യൂ. ഞാൻ പറഞ്ഞ മോഡിൻ്റെ ആൻസേഴ്സ് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നോ? 4നേക്കാൾ ചെറിയ വാല്യൂ വരുവാണെങ്കിൽ അത് തന്നെയായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 0 ആയിരിക്കും ആൻസർ. അപ്പോൾ നെക്സ്റ്റ് നോക്കിയേ, 0യും 1ഉം എടുക്കുക. ഈ ഒരു എന്നാൽ 0യും വരും ഏത് കോളത്തിലാണ് കിടക്കുന്നത്? 1ലും കിടക്കുന്നത്. അപ്പം 0 പ്ലസ് 4 1. അപ്പം അന്നേരം എന്താണ്? എ പ്ലസ് ബി. ഇവിടെ എ എന്താണ്? 0 ആണ്, ബി എന്താണ്? 1 ആണ്. 0 പ്ലസ് 1 മോഡ് എന്താണ്? 0 പ്ലസ് 1 മോഡ് എൻ. എൻ എന്ന് പറയുമ്പോൾ എന്താണ്? 4 ആണ്. സോ 0 പ്ലസ് 1 മോഡ് 4. കാരണം പ്ലസ് 4 അല്ലേ? എന്നിൻ്റെ സ്ഥാനത്ത് 4 ആണ് കിടക്കുന്നത്. അപ്പം 0 പ്ലസ് 1 മോഡ് 4. 0 പ്ലസ് 1 ഈസ് 1. 1 മോഡ് 4. 1 മോഡ് 4ൻ്റെ ആൻസർ എന്തായിരിക്കും? 4നേക്കാൾ ചെറിയ വാല്യൂ അല്ലേ 1 എന്ന് പറയുന്നത്? അപ്പം 1 മോഡ് 4ൻ്റെ ആൻസർ എത്രയാണ്? 1 ആണ്. ഓക്കെ, നോക്കിയേ, 1 മോഡ് അതിൻ്റെ ആൻസർ 0യും 1ഉം കൂടെ വന്നപ്പം ആൻസർ ഈസ് 1. അതെങ്ങനെയാണ്? 0 പ്ലസ് 1 ചെയ്തു, 1 ആണ്. 1 മോഡ് 4. 1 മോഡ് 4 എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് എത്രയാണ്? 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് എടുക്കുക, 0യും 2ഉം. ഓക്കെ, അപ്പം നെക്സ്റ്റ് നോക്കാം. 0യും 2ഉം. 0യും 2ഉം കൂടെ വരുമ്പോൾ എന്താണ്? 0 പ്ലസ് 4 2. ഇവിടെ എയുടെ സ്ഥാനത്ത് 0 ആണ്, ബിയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 0 പ്ലസ് 2 മോഡ്, ഓക്കെ, എൻ എന്ന് പറയുന്നത് 4 ആണ്, മോഡ് 4. 0 പ്ലസ് 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 മോഡ് 4. എഗെയിൻ 4നേക്കാളും ചെറിയൊരു വാല്യൂ ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 2 തന്നെ കിട്ടും. 2 മോഡ് 4 എന്ന് പറയുമ്പോൾ 4നേക്കാൾ ചെറുതായതുകൊണ്ട് ആൻസർ ഈസ് 2. ഓക്കെ, അതേപോലെ കണ്ടോ, 0 2 കൂടെ വന്നപ്പോൾ ആൻസർ ഈസ് 2. 0യും 3യും കൂടെ എടുത്തു. ഇവിടെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. 0 പ്ലസ് 3, ഓക്കെ, 3 മോഡ് 4. ഓക്കെ, 4നേക്കാൾ ചെറുതാണ് 3. അപ്പം നമുക്ക് ആൻസർ എത്ര കിട്ടും? 3 കിട്ടും. നെക്സ്റ്റ് എടുക്കുക, 1ഉം 0യും എടുക്കുക. 1 പ്ലസ് 0 മോഡ് 4. ഓക്കെ അല്ലേ? 1ഉം 0യും അല്ലേ ഇതെന്ന് പറയുന്നത്? മോഡ് 4. 1 പ്ലസ് 0 മോഡ് 4 എന്ന് പറയുമ്പോൾ 1 മോഡ് 4. ആൻസർ വിൽ ബി 1. നെക്സ്റ്റ് 1 ആൻഡ് 1. 1 പ്ലസ് 1 മോഡ് 4. അപ്പം 2 മോഡ് 4. 2 മോഡ് 4 എന്ന് പറയുമ്പം ആൻസർ ഈസ് 2. നെക്സ്റ്റ് 1 പ്ലസ് 2. ഈ റോയും ഈ കോളോ. 1 പ്ലസ് 2 എന്ന് പറയുമ്പം 3. 3 മോഡ് 4 എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 3. നെക്സ്റ്റ് നോക്കിക്കേ, ഇത് നോക്കിക്കേ,
1 + 3. ഇവിടെ നോക്കിയേ 1 and 3 അല്ലേ, ഈ ഒരു റോ 1 and 3 എന്ന് പറയുമ്പം എത്രയാണ്? 1 + 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ആണ്. 4 mod 4. 4 mod 4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ എനിക്ക് റിമൈൻഡർ എത്ര കിട്ടുന്നത്? 0 അല്ലേ കിട്ടുന്നത്. അപ്പോൾ ആൻസർ വിൽ ബി എന്താണ്? 0. ഓക്കെ, മനസ്സിലായോ? എന്തുകൊണ്ടാണ്? ഇവിടെ 1ഉം 3യും കൂടെ ആഡ് ചെയ്തു, അപ്പോൾ എനിക്ക് 4 കിട്ടി. അപ്പം 4 mod 4 ചെയ്തു, അപ്പോൾ എനിക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. സോ അതുപോലെ അടുത്ത റോ എടുക്കാം. അടുത്ത റോ എന്ന് പറയുമ്പോൾ എന്താണ്? 2ഉം 0യും 2ഉം 0യും കൂടെ ഞാൻ ആഡ് ചെയ്തു. 2 + 0 is 2. 2 mod 4 is 2. നെക്സ്റ്റ് 2 and 1. 2 + 1 is 3. 3 mod 4 is 3. നെക്സ്റ്റ് വൺ നോക്കി 2ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 4 കിട്ടും. 4 mod 4. 4നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് എനിക്ക് റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് നോക്കിയേ 2ഉം 3യും 2ഉം 3യും കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. അന്നേരം 5 mod 4. 5 mod 4 എന്ന് പറയുമ്പോൾ എന്താണ്? 4നേക്കാൾ വലുതാണ്. അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. 5ൽ 4നെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും അല്ലേ. അപ്പം 5 mod 4ൻ്റെ ആൻസർ എത്ര ആണ്? 1 ആണ് 5 mod 4ൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം 2ഉം 3യും കൂടെ വരുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പോൾ 5 mod 4 ചെയ്യുമ്പോൾ ആൻസർ ഈസ് 1. സോ 1 എഴുതി. അതേപോലെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഇതിനെല്ലാം പറഞ്ഞേക്കാം. ഓക്കെ, എന്താണ്? 3യും 0യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. 3 mod 4 is 3. 3 and 1 ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. 4 mod 4 is 0. 3 and 2 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 5 mod 4 is 1. and 3 and 3 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 കിട്ടും. 6 mod 4 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ്? ഡിവിഷൻ ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 2 കിട്ടും. സോ റിമൈൻഡർ ഈസ് 2. സോ ഇങ്ങനെയാണിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. +4ൻ്റെ ഫിഗർ. ഓക്കെ, അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ അനുസരിച്ച് നമ്മുടെ കയ്യിൽ വരുന്ന റിസൾട്ട് ഇതായിരിക്കും. എന്താണ്? Z4, +4 എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, നിങ്ങളിത് തന്നെത്താൻ വരച്ചു നോക്കാം. എങ്ങനെയാണ് ചെയ്തു നോക്കേണ്ടത്? A + B mod n. എയും ബിയും ഈ കോളത്തിലെ റോയും കോളവും ആയിരിക്കും. ഈ ടേബിളിലെ റോയും കോളവും ആയിരിക്കും. എന്നിട്ട് mod n ഇവിടെ +4 ആയതുകൊണ്ട് 4 എടുക്കുന്നു. അതിൻ്റെ റിമൈൻഡർ എടുത്ത് ഓരോ ബോക്സിലും എഴുതുക. ഇനി ഇതെന്താണെന്ന് ചോദിച്ചേക്കുന്നത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇങ്ങനെ തന്നിട്ട് ഇതൊരു സെമി ഗ്രൂപ്പാണോ അല്ലയോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യണം. അതേപോലെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യണം. പിന്നെ ഇവിടെ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യണമെന്നില്ല. നമ്മൾ ക്ലോഷർ ആൻഡ് അസോസിയേറ്റിവിറ്റി മാത്രം പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, അതായത് നിങ്ങൾ ഈ ക്ലോഷർ പ്രോപ്പർട്ടി എങ്ങനെ വന്നെന്ന് നോക്കിയേ. Z4 ആണ് നിങ്ങളുടെ സെറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഏതൊക്കെയുണ്ട്? 0, 1, 2, 3. സോ Z4 എന്ന് പറഞ്ഞ ആ സെറ്റിൽ ഞാൻ അഡീഷൻ മോഡിലോ ചെയ്തപ്പം +4 ചെയ്തപ്പം എനിക്ക് കിട്ടിയ റിസൾട്ടുകളാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഈ റിസൾട്ടുകൾ എന്ന് പറയുന്നത് 0, 1, 2, 3 അല്ലാതെ വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. 4, 5, 6 ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താണ്? ഇതൊരു ക്ലോഷർ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ സെറ്റ് എന്ന് പറയുന്നത് 0, 1, 2, 3 ആയിരുന്നു. എൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്ന അഡീഷൻ മോഡിലോ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ അഡീഷൻ മോഡിലോ ഈ സെറ്റിൽ ചെയ്യുമ്പം കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഈ 0, 1, 2, 3 ആണ്. അപ്പം ക്ലോഷർ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ഞാനൊരു സെറ്റിനകത്തൊരു ഓപ്പറേഷൻ ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ടും ആ സെറ്റിൽ തന്നെ കണ്ടിരിക്കണം അല്ലേ. സോ എന്നിട്ട് ഇവിടെ എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? ക്ലോഷർ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണെന്ന് പറയുമ്പം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? LHS = RHS കാണിക്കണം. അപ്പം നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്യാം. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പം ഫസ്റ്റ് നമ്മൾ എന്താ എഴുതിയേക്കുന്നത്? 0 അഡീഷൻ മോഡിലോ 4, 1 അതിനെ ഒരു ബ്രാക്കറ്റിൽ ഇട്ടു. എന്നിട്ട് അഡീഷൻ മോഡിലോ 4, 2 പുറത്തിട്ടു. അപ്പം 0 അഡീഷൻ മോഡിലോ 1 എന്ന് പറയുമ്പം എത്രയാണ്? 0യും 1ഉം. ആൻസർ വിൽ ബി 1. ഇനി 1 അഡീഷൻ മോഡിലോ 2, 1ഉം 2ഉം. ആൻസർ വിൽ ബി 3. സോ ഇതെന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്? 3 ആയിരിക്കും. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇത് നോക്കിയേ. 1ഉം 2ഉം കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഓക്കെ, 1ഉം അഡീഷൻ മോഡിലോ 2 കൂടെ ചെയ്താൽ എനിക്ക് 3 കിട്ടും. ഇനി 0യും 3യും കൂടെ ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 0യും അഡീഷൻ മോഡിലോ 3യും കൂടെ ചെയ്താൽ 3 കിട്ടും. സോ ടോട്ടൽ ആൻസർ വിൽ ബി 3. സോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.
ഈ ഓപ്പറേഷൻ, അതായത് 0യും 4ഉം കൂടെ ചെയ്ത് നോക്കുക. 0 അഡീഷൻ മോഡുലോ 4 വരുമ്പം 0യും ഈ 1ഉം കൂടെ വരുമ്പോൾ എനിക്ക് 1 കിട്ടുന്നു. 1ഉം അടുത്തത് ഇതിന് പകരം 1 ആകുന്നു. 1ഉം 2ഉം കൂടെ ചെയ്യുമ്പോൾ എനിക്ക് 3 കിട്ടുന്നു. അതേപോലെ ഇതും ചെയ്ത് നോക്കുക. സോ അന്നേരം ഞാനൊരു എക്സാമ്പിൾ ഇട്ടാണ് അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 3 = 3 എന്ന് കിട്ടി. സോ LHS = RHS, ഹെൻസ് അസോസിയേറ്റിവിറ്റി ഹോൾഡ്. ഓക്കെ, അപ്പോൾ അസോസിയേറ്റിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് എ സെമി ഗ്രൂപ്പ് എന്നാണ്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് വേണമെങ്കിൽ മോണോയിഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക്, കാരണം ഇവിടെ 0യും 1ഉം റിസൾട്ടിൽ വന്നിട്ടുണ്ട് ഓഫ് കോഴ്സ്, അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ട്. അപ്പം ഇത് ഐഡൻറ്റിറ്റി എലമെൻറ്റും ഉണ്ട്, അപ്പോൾ ഇതൊരു മോണോയിഡുമാണ്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? അഡീഷൻ മോഡുലോൻ്റെ സെമി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഇനി അടുത്തത് ഇതേപോലെ തന്നെ നമ്മൾ എന്ത് കാണിക്കുകയാണ്? ഒരു മോണോയിഡ് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പോവാണ്. ഷോ ദാറ്റ് ദ ഗ്രൂപ്പ് ഡിസ്ക്രൈബ്ഡ് ആസ് S, പ്ലസ് ഗിവൺ ബൈ ദ സെറ്റ് S = 0 + 1 2 ആൻഡ് ബൈ ദ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷനും തന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? S എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് 0 1 2 ആണ്. ഓക്കെ, ഒരു ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സെറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ എസ്സും ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ പ്ലസ് സിമ്പിളുമാണ്. സോ ദിസ് ഈസ് എ സെറ്റ് ആൻഡ് ദിസ് ഈസ് എ പ്ലസ് സിമ്പിൾ. സെറ്റ് 0 1 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഓപ്പറേഷൻ എന്താണെന്ന് തന്നിട്ടുണ്ട്. അതായത് A + B = A + B if A + B <2 2 ഈ എയും ബിയും കൂടെ ഈ രണ്ട് ഓപ്പറേഷൻ കൂടെ ചെയ്യുമ്പോൾ എയും ബിയും കൂടെ ആഡ് ചെയ്യുമ്പം ആൻസർ 2 2 കുറവോ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് റിസൾട്ടായിട്ട് A + B എഴുതാം. 2 കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ A + B - 3 എഴുതാം. സോ ഇതാണ് അർത്ഥം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതെങ്ങനെയാണ് വരച്ചേക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, നമ്മളിതുപോലെ നമ്മുടെ സെറ്റ് ഇങ്ങനെ വരച്ചു. 0 1 2 3 പറഞ്ഞിട്ടുള്ളൂ. 0 1 2 ഓപ്പറേഷൻ ഈസ് പ്ലസ്. അപ്പം ഇത് എയും ഇത് ബിയും. അപ്പം A + B ചെയ്ത് നോക്കിയേ. 0 + 0 0 > 2 ആണോ? അല്ല, > 2 ആണെങ്കിലാണ് A + B - 3 A + B -3 ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം <= 2 ആണെങ്കിൽ A + B മാത്രം ചെയ്താൽ മതി. അപ്പം 0 + 0 ചെയ്ത് കഴിഞ്ഞാൽ <= 2 ആണ്. 0 + 0 = 0. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ A + B തന്നെ എഴുതുക. 0. ഇനി 0യും വേറൊരു കളർ എടുക്കാം. ഓക്കെ, 0യും സോറി നമുക്ക് ഓക്കെ 0യും 1 ഒന്നുകൂടെ ഞാൻ എഴുതാവേ. ഓക്കെ, ഇവിടെ തന്നെ കാണിക്കാം. നെക്സ്റ്റ് 0യും 1ഉം 0യും 1ഉം കൂടെ ഞാൻ ആഡ് ചെയ്തപ്പം 0 + 1 എനിക്ക് എത്രയാണ് കിട്ടുന്നത്? 1 1 < 2 ആണ്. 1 < 2 ആയതുകൊണ്ട് എനിക്ക് എന്തെഴുതാൻ പറ്റും? A + B മാത്രം എഴുതിയാൽ മതി. A + B എത്രയാണ്? 0 + 1 1 ആണ്. അടുത്തത് 0 + 2 0 + 2 എന്ന് പറയുമ്പോൾ = 2 ആണ്. അപ്പോൾ എന്താണ്? നമുക്ക് എന്ത് തന്നെ എഴുതാൻ പറ്റും? A + B 0 + 2 2 തന്നെ എഴുതാം. സോ ഇവിടുത്തെ കണ്ടീഷനാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? A + B < 2 ആണെങ്കിൽ A + B തന്നെ ചെയ്യുക. <2 ആണെങ്കിൽ A + B - 3 ചെയ്യുക. സോ അടുത്ത കേസ് എടുത്തു. 1 + 0 അതും <2 ആണ്. അപ്പം 1 തന്നെ എഴുതാം. 1 + 1 2 = 2. അപ്പം 2 എഴുതാം. ഇനി നെക്സ്റ്റ് 1 + 2 3. അപ്പം 3 ഈസ് എന്താണ്? <2. അപ്പം A + B - 3. A + B എന്ന് പറയുമ്പോൾ 1 + 2 1 + 2 is 3 3 - 3 is 0. എത്രയാണ് റിസൾട്ട് കിട്ടിയത്? 0 ആണ് കിട്ടിയത്. സോ 3 - 3 is 0. മനസ്സിലായോ? 3 2നേക്കാൾ ഗ്രേറ്റർ ആയതുകൊണ്ട് നമ്മൾ A + B ആഡ് ചെയ്തിട്ട് ഈ എനെ ഈ ബീനെയും കൂടെ ആഡ് ചെയ്തിട്ട് 3നെ മൈനസ് ചെയ്തു. നെക്സ്റ്റ് 2ഉം 0ഉം കൂടെ വന്നു. 2 + 0 is 2. ഓക്കെ, അപ്പം 2 = 2 ആയതുകൊണ്ട് 2 തന്നെ എഴുതി. 2 + 1 is 3. സോ 3 <2 ആയതുകൊണ്ട് A + B - 3. അപ്പം 2 + 1 - 3 2 + 1 is 3 3 - 3 is 0. നെക്സ്റ്റ് 2 and 2 2 + 2 is 4 4 is <2. അപ്പം 4 അപ്പം 2 + 2 A + B - 3 4 - 3 is 1. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കിട്ടിയത്. ഈ റൂൾ അനുസരിച്ച് നമ്മളൊരു ബോക്സ് വെച്ചിട്ട് ചെയ്തു. ഇത് മോണോയിഡ് ആണോ എന്നാണ് നമ്മൾ നോക്കണ്ടേ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ സെറ്റ് എന്തുവായിരുന്നു? 0 1 2. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നതും 0 1 2 അല്ലേ? അപ്പോൾ എന്ത് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്? ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം സെറ്റ് 0 1 2 ആണ്. റിസൾട്ടും 0 1 2 ആയതുകൊണ്ട് ക്ലോഷർ പ്രോപ്പർട്ടി
ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അസോസിയേറ്റീവ് ഒന്നും കാണിക്കണമെന്നില്ല. നെക്സ്റ്റ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇവിടെ നോക്കിയേ, ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്തുണ്ട്? 0 and 1 ഇവിടെ പ്രസൻ്റ് ആണ്. സോ ഓഫ് കോഴ്സ് എന്താണ് ഇവിടെ നോക്കിയേ 0 and 1. ഇപ്പം ഞാനിപ്പം 1 + 0 ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 0 കിട്ടി. ഇനി 1 ഓക്കെ, എത്ര കൂടുതൽ ചിന്തിക്കേണ്ട. ഐഡൻറ്റിറ്റി എലമെൻറ്റ് +0 അവിടെ ഉണ്ടെങ്കിൽ എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടെന്നാണ് അർത്ഥം. സോ അന്നേരം നമുക്ക് അതെന്താണെന്ന് പറയാൻ പറ്റും. നമുക്ക് അതൊരു മോണോയിഡ് ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ വേറെ എക്സാമ്പിളായിട്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ പറയുകയാണെങ്കിൽ 1 ഉം 0 ഉം പറയാം. 1 + 0 ചെയ്യുമ്പം എനിക്ക് റിസൾട്ട് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 1 and 0 is 1. സോ ദിസ് ഈസ് ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഓക്കെ, അങ്ങനെയല്ലേ കിട്ടണ്ടേ? അപ്പോൾ എനിക്കത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഇതെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മോണോയിഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ഓപ്പറേഷൻ വരുന്നതെന്നും എങ്ങനെയാണ് ക്ലോഷർ കാണിക്കേണ്ടത്? ക്ലോഷർ എന്ന് പറയുമ്പം നമ്മളുടെ സെറ്റിനകത്തുള്ളത് തന്നെ റിസൾട്ട് കിട്ടുക. ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുമ്പോൾ either 1 or 0 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്താണെന്ന് പറയാൻ പറ്റും? ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് പറയാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ മോണോയിഡ്.